അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ എൻ്റെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്യുന്നവർക്ക്, ബുക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ ഈ 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ. ഫെബ്രുവരി 4-ാം തീയതി നമ്മുടെ ചോട്ടുവിൻ്റെ 3ാമത്തെ വാർഷികമാണ്. അപ്പം 3ാമത്തെ വാർഷികത്തിന് അന്ന് മുതൽ നമ്മുടെ അഡീനിയം സെയിൽ തുടങ്ങാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നില്ല. അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ടും ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗ്രാഫ്റ്റ് ചെയ്തത് തന്നെ അമിതമായ മഴയായിട്ട് ഞാൻ ഷെഡിൽ വെച്ചിട്ട് ഒരുപാടങ്ങ് വളർന്നിട്ട് പിന്നെ അത് ഇത് വെറുതെ വളർന്നത് മുറിച്ച് വീണ്ടും കിളിർത്ത് വരുന്ന ഒരു അവസ്ഥയിലും ഉണ്ട്. പിന്നെ കുറേ ഇപ്പോൾ അടുത്ത കാലത്ത് മഴക്കാലമെല്ലാം മാറിയതിന് ശേഷമാണ് കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഈ ലെവലായതേ ഉള്ളൂ. ഇനി അതുപോലെ കുറേ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തൈകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ പുറത്തുനിന്ന് കുറച്ച് തൈ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ തൈകൾ നല്ല എല്ലാം ഡബിൾ പെറ്റൽ, മൾട്ടി പെറ്റൽ നല്ല ഫ്ലവേഴ്സാണ് സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. ഇവിടെ ഉണ്ട്. ഇനി അപ്പുറത്ത് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫ്ലവറൈസ് സ്റ്റേജായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കാപ്പുറത്തെ മഴ നമ്മളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എൻ്റെ കുറച്ച് പ്ലാന്റുകൾ അതായത് വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇവരെ ശ്രദ്ധിച്ചേ പറ്റൂ. ഇവരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇവരുടെ ഇതിൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വലിയ മഴയായാലും ഇവരെ നമ്മൾ മഴയത്തുനിന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് തന്നെ ഈ വേനൽക്കാലത്ത് നല്ല വെയിൽ കിട്ടണം. വെള്ളം ഒഴിക്കുന്നത് 2-3 ദിവസം കൂടുമ്പം ഒരു പ്രാവശ്യം വീതം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കാം നമുക്ക് ഇതിനെ. അപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായത് അമിതമായ മഴ നമുക്ക് വേണ്ടത്ര പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ നാടൻ പ്ലാന്റ് അവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതനുസരിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഫ്ലവറിങ് സ്റ്റേജാണ്. ഇവിടെയും തൈയുണ്ട്. പിന്നെ ബാക്കി അപ്പുറത്തുണ്ട്. ഇതെല്ലാം ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുണ്ട് എല്ലാം. നമ്മൾ ഫെബ്രുവരി 4-ാം തീയതി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം സ്റ്റാർട്ടിങ് എങ്ങനെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഇപ്പം ഈ കണ്ടീഷനിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാലും ഏകദേശം ഒരു 50 പേർക്കെങ്കിലും ഒരു കോംബോ ഓഫർ ചെയ്യാം അല്ലേ? എന്താ? അപ്പോൾ ഒരു വെറൈറ്റി 5 കളർ പ്ലാന്റ്, വെറൈറ്റി കളർ 5 പ്ലാന്റ് 500 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആ നിലയ്ക്ക് നമുക്ക് അയച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി പ്ലാൻ ഉണ്ട്. അപ്പുറത്ത് കുറച്ച് ഇല കൊഴിഞ്ഞത് ഷെഡിനകത്തായിരുന്നു. അതാണ് കുറച്ച് ഇല കൊഴിഞ്ഞത്. എന്നാലും പ്രശ്നമില്ലാത്ത നല്ല പ്ലാന്റുകളാണ്. ഇതെല്ലാം ഫ്ലവറിങ് ആയി വരുന്നുണ്ട്. ഇതിപ്പം ഇവിടെ തന്നെ ഇരുന്നത് കൊണ്ടാണ്. അടിയിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ കൂടുതൽ മഴ കൊള്ളിക്കാതെ ഇവിടെ തന്നെ ഇരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഫെബ്രുവരി 4-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ എൻ്റെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്യുന്നവർക്ക്, ബുക്ക് ചെയ്യുന്നവർക്ക് അപ്പോൾ ഈ 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ, വെറൈറ്റി 5 കളറുകൾ. അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ ടാഗെല്ലാം പോയിട്ടുണ്ട്. എന്നാലും എല്ലാം മൾട്ടി പെറ്റലാണ്, നല്ല കളറുകളാണ്. അപ്പോൾ 5 എണ്ണം 500 രൂപ പ്ലസ് കൊറിയർ ചാർജ് അതിന് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഓഫർ ആ ഒരു ദിവസം മാത്രം, അതായത് നമ്മുടെ ചൂട്ടുവിൻ്റെ വാർഷികത്തിന് അന്ന് മാത്രമേ ആ ഒരു ഓഫറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യക്കാർക്ക് വലിയ പ്ലാന്റുകൾ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കോംബോ ഓഫറിൽ 5 വെറൈറ്റി കളറായിരിക്കും. അപ്പോൾ പലതിൻ്റെയും ടാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അപ്പം പിന്നെ മഴയത്തിരുന്നും അല്ലാതെയൊക്കെ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏതാണെന്നറിയത്തില്ല. എല്ലാം ഡബിൾ പെറ്റലും മൾട്ടി പെറ്റലും തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വലിയ പ്ലാന്റ് അത് പിന്നെ കളർ കോഡും പിന്നെ ഫ്ലവറിൻ്റെ പടമൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. ആ നമ്പർ അനുസരിച്ച് കൃത്യമായ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.